വിജയമന്ത്രങ്ങൾ ഡോക്ടർ അമാനന്ദ വടക്കാങ്ങര. അവതരണം ബന്ന ചേന്നമംഗല്ലൂർ. സാങ്കേതിക നിർവഹണം സുനീഷ് പെരുവയൽ. നിങ്ങളിലേക്ക് എത്തിക്കുന്നത് NVBS ദോഹ ഖത്തർ. അധ്യായം 270. സന്തോഷം വർദ്ധിപ്പിക്കാൻ ചില പ്രായോഗിക പാഠങ്ങൾ. 3 Xകളുടെ ആകെത്തുകയാണ് ജീവിതം. ലൈഫ് ഈസ് ട്രിപ്പിൾ X. യെസ്റ്റർഡേ ഈസ് എക്സ്പീരിയൻസ്, ടുഡേ ഈസ് എക്സ്പെരിമെന്റ്, ടുമോറോ ഈസ് എക്സ്പെക്ടേഷൻ. So use your experience in your experiment to achieve your expectation. ഇന്നലെ എന്നതൊരു അനുഭവമാണ്, ഇന്ന് ഒരു പരീക്ഷണവും നാളെ ഒരു പ്രതീക്ഷയുമാണ്. അതിനാൽ നിങ്ങളുടെ പ്രതീക്ഷകൾ സാക്ഷാത്കരിക്കുന്നതിന് നിങ്ങളുടെ പരീക്ഷണത്തിൽ നിങ്ങളുടെ അനുഭവം ഉപയോഗിക്കണം എന്നാണ് പറയുക. ജീവിതത്തിൽ ഉയർച്ചയും താഴ്ചയും വിജയവും പരാജയവും ഒക്കെ സംഭവിക്കാം. വീഴാതിരിക്കുന്നതിലല്ല, ഓരോ തവണ വീഴുമ്പോഴും അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ഉയർത്തെഴുന്നേൽക്കുമ്പോഴാണ് ജീവിത വിജയം സാധ്യമാകുന്നത്. ഓരോ വീഴ്ചയും ഓരോ പാഠപുസ്തകമാണ്. ഓരോ പാഠപുസ്തകത്തിലും വ്യത്യസ്തമായ വീഴ്ചയുടെ പാഠങ്ങളാണ് പഠിക്കുവാനുള്ളത്. വീഴ്ചകളിൽ നിന്ന് പാഠങ്ങൾ പഠിച്ചവർക്ക് മാത്രമേ പുതിയ വീഴ്ചകളിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുവാൻ കഴിയൂ. നിക്കോസ് കസൻസാക്കിസിന്റെ സെന്റ് ഫ്രാൻസിസ് എന്ന നോവലിൽ ഒരു ശലഭപ്പുഴുവിന്റെ കഥ പറയുന്നുണ്ട്. ശലഭപ്പുഴു സ്വർഗ്ഗ കവാടത്തിൽ ചെന്ന് മുട്ടുന്നു. അപ്പോൾ ഇവിടെ പുഴുക്കൾക്ക് പ്രവേശനമില്ലെന്നായിരുന്നു അകത്തുനിന്ന് ലഭിച്ച മറുപടി. ശലഭപ്പുഴു ഭൂമിയിലേക്ക് ഇഴഞ്ഞിഴഞ്ഞു മടങ്ങി, പൂർണ്ണ ശലഭമായി സ്വർഗത്തിലേക്ക് തിരിച്ചു വരാൻ. ശലഭമാവലാണ് ശലഭപ്പുഴുവിൻ്റെ ദൗത്യം. ശലഭമാവാതെ സ്വർഗത്തിൽ ചെന്ന് മുട്ടിയിട്ട് ഫലമില്ല. അതായത് വിതയ്ക്കാതെ കൊയ്യാനാവില്ല, നടാതെ തിന്നാനാവില്ല. ആരാണ് ഈ ശലഭപ്പുഴു? നമ്മൾ തന്നെ. ശലഭപ്പുഴുവിൽ നിന്ന് ശലഭത്തിലേക്കുള്ള മാറ്റത്തിന് നാം കർമ്മനിരതരാവണം. സ്വർഗം സ്വപ്നം കാണണം. അങ്ങനെ പ്രത്യാശ നിറഞ്ഞ ജീവിതത്തിലൂടെ കർമ്മ സാഫല്യം നേടണം. മഴത്തുള്ളികളും മഞ്ഞുതുള്ളികളും ചെറുതാണ്, പക്ഷേ തുടർച്ചയായി പെയ്യുന്ന തുള്ളികൾ വലിയ പുഴകളായും നദികളായും വലിയ ഒഴുക്കായി രൂപമാറ്റം സംഭവിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ചെറിയ പരിശ്രമങ്ങൾക്കും വലിയ മാറ്റങ്ങൾ വരുത്തുവാൻ കഴിയും. മാറ്റങ്ങളാണ് ജീവിതം വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്നത്. ഇന്നത്തെ ചെറിയ മാറ്റങ്ങൾ നാളെ വലിയ മാറ്റങ്ങളിലേക്ക് നയിച്ചേക്കാം. ജീവിത വിജയം സാക്ഷാത്കരിക്കുന്നതിൽ അറ്റോമിക് ഹാബിറ്റ്സുകളുടെ പ്രാധാന്യം തെളിയിക്കപ്പെട്ടതാണ്. അലക്സ് പാമറിന്റെ ഹാപ്പിനെസ് ഹാക്സ് എന്ന പുസ്തകം പരിചയപ്പെടുത്താനാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. പുസ്തകം മുന്നോട്ട് വെക്കുന്ന സുപ്രധാനമായ 7 പാഠങ്ങൾ ഇനി പറയുന്നവയാണ്. 1. ചെറിയ മാറ്റങ്ങൾ വലിയ മാറ്റമുണ്ടാക്കും. സ്ഥിരമായി ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ ക്രമേണ വലിയ മാറ്റങ്ങളിലേക്ക് നയിക്കും. ദൈനംദിന ശീലങ്ങളിലെ വർദ്ധിച്ചു വരുന്ന മാറ്റങ്ങൾ സന്തോഷത്തെ ഗണ്യമായി വർദ്ധിപ്പിക്കുമെന്ന് പാമർ ഊന്നി പറയുന്നു. കൃതജ്ഞത പ്രകടിപ്പിക്കുന്നതോ ചെറിയ ഇടവേളകൾ എടുക്കുന്നതോ പോലെയുള്ള ലളിതമായ ക്രമീകരണങ്ങൾ മാനസികാവസ്ഥയിലും ക്ഷേമത്തിലും ശ്രദ്ധേയമായ മെച്ചപ്പെടുത്തലുകളിലേക്ക് നയിച്ചേക്കാം. 2. നന്ദിയുടെ ശക്തി. കൃതജ്ഞത പരിശീലിക്കേണ്ടതിൻ്റെ പ്രാധാന്യമാണ് പുസ്തകം കൈകാര്യം ചെയ്യുന്ന പ്രധാന വിഷയങ്ങളിൽ ഒന്ന്. ജീവിതത്തിലെ എല്ലാ നന്മകൾക്കും ഉപകാരങ്ങൾക്കും നന്ദിയുള്ളവരാകുന്നത് വഴി ജീവിതത്തിൽ മൊത്തത്തിലുള്ള സന്തോഷം വർദ്ധിപ്പിക്കുകയും ജീവിതത്തെക്കുറിച്ച് കൂടുതൽ പോസിറ്റീവ് വീക്ഷണം വളർത്തുകയും ചെയ്യും. 3. പ്രവർത്തനങ്ങളിൽ ഇടപെടൽ. ആസ്വാദികരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് ഹോബികളോ സ്പോർട്സോ അല്ലെങ്കിൽ സർഗാത്മകതയോ ആകട്ടെ സന്തോഷത്തിൻ്റെ നിലവാരമുയർത്താൻ കഴിയുമെന്ന് പുസ്തകം എടുത്തു കാണിക്കുന്നു. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾക്കായി സമയം കണ്ടെത്തുന്നത് സന്തോഷകരമായ ജീവിതം നിലനിർത്തുന്നതിന് നിർണായകമാണ്. 4. ഊഷ്മളമായ സാമൂഹിക ബന്ധങ്ങൾ. ശക്തമായ സാമൂഹിക ബന്ധങ്ങൾ കെട്ടിപ്പടുക്കുന്നതിൻ്റെയും നിലനിർത്തുന്നതിൻ്റെയും പ്രാധാന്യം പാമർ ചർച്ച ചെയ്യുന്നു. സുഹൃത്തുക്കളുമായും കുടുംബാംഗങ്ങളുമായുമുള്ള നല്ല ബന്ധങ്ങൾ വൈകാരിക പിന്തുണയ്ക്ക് അത്യന്താപേക്ഷിതമാണ്. ഇത് വ്യക്തിയുടെയും സമൂഹത്തിൻ്റെയും മൊത്തത്തിലുള്ള സന്തോഷത്തിന് കരുത്തു പകരും. 5. മൈൻഡ്ഫുൾനെസ്സും സാന്നിധ്യവും. സന്തോഷം വർദ്ധിപ്പിക്കുന്നതിനുള്ള ശക്തമായൊരു ഉപകരണമായി മൈൻഡ്ഫുൾനെസ് പരിശീലിക്കണം. ഈ നിമിഷത്തിൽ സന്നിഹിതനാകുന്നത് സമ്മർദ്ദവും ഉത്കണ്ഠയും കുറയ്ക്കാൻ സഹായിക്കുന്നു. വ്യക്തികളെയും സമൂഹത്തെയും കൂടുതൽ സന്തോഷകരമായ സാഹചര്യങ്ങളിലേക്കാണ് ഇത് നയിക്കുക. 6. ശാരീരിക പ്രവർത്തനങ്ങൾ മാനസികാവസ്ഥ വർദ്ധിപ്പിക്കുന്നു. ശാരീരിക പ്രവർത്തനവും സന്തോഷവും തമ്മിലുള്ള ബന്ധം ഈ പുസ്തകം അടിവരയിടുന്നു. പതിവ് വ്യായാമം എൻഡോർഫിനുകൾ പുറത്തുവിടുന്നു. ഇത് മാനസികാവസ്ഥ മെച്ചപ്പെടുത്തുകയും വിഷാദവും ഉത്കണ്ഠയും കുറയ്ക്കുകയും ചെയ്യും. 7. സ്വയം പരിചരണം അത്യന്താപേക്ഷിതമാണ്. സന്തോഷം നിലനിർത്തുന്നതിൽ സ്വയം പരിചരണത്തിൻ്റെ പ്രാധാന്യം പാമർ ഊന്നിപ്പറയുന്നു. മതിയായ വിശ്രമം, പോഷകാഹാരം, വിശ്രമവിദ്യകൾ എന്നിവയിലൂടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തിന് മുൻഗണന നൽകുന്നത് ദീർഘകാല ക്ഷേമത്തിന് അത്യന്താപേക്ഷിതമാണെന്ന് പുസ്തകം അടിവരയിടുന്നു. ക്രിയാത്മകവും കാര്യക്ഷമവുമായ രീതികളിലൂടെയും അവരുടെ ദൈനംദിന ജീവിതത്തിൽ ചെറിയ പ്രവർത്തനക്ഷമമായ മാറ്റങ്ങളിലൂടെയും സന്തോഷം വർദ്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് ഈ പാഠങ്ങൾ കൂട്ടായി ഒരു പ്രായോഗിക മാർഗനിർദ്ദേശം നൽകുമെന്നതിൽ സംശയമില്ല.
വിജയമന്ത്രങ്ങൾ സംബന്ധിച്ച് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും 009745526275 എന്ന വാട്സ്ആപ്പ് നമ്പറിലോ ceomedia+@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിച്ചാൽ സന്തോഷമാകും. ഏവർക്കും ശാന്തിയും സമാധാനവും വിജയാശംസകളും നേരുന്നു. പുതിയൊരു എപ്പിസോഡുമായി അടുത്ത ദിവസം കേട്ടുമുട്ടാം.